വിയറ്റ്നാമിലുള്ള ട്രെയിൻ സ്ട്രീറ്റ് എത്ര പേര് കേട്ടിട്ടുണ്ട്? അവിടെ എത്ര പേര് പോയിട്ടുണ്ട്? എന്തുകൊണ്ടായിരിക്കും ആ ഏരിയയിൽ അത്രയും ക്രൗഡ് വരുന്നത്? ഈ ട്രെയിനിൻ്റെ 2 സൈഡും ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. സോ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഈ പ്ലേസ് എത്രത്തോളം കോസ്റ്റ്ലി ആണ്? അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാൻ എത്രത്തോളം ക്യാഷ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും? പിന്നെ എത്രത്തോളം അത് നമുക്ക് ഡേഞ്ചർ ആണോ? ഐ മീൻ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണോ? സോ ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് മീ രേഷ്മ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. Welcome to Soft Step Solo. Let's explore together. സോ ഇതെൻ്റെ 4ാമത്തെ വിയറ്റ്നാം ട്രിപ്പിൻ്റെ വ്ളോഗാണ്. അതും ഹനോയിൽ വെച്ചിട്ട്. അപ്പം ധനാങ്ങിൽ നിന്നും ഹനോയിലേക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഹനോയിൽ ലാൻഡ് ചെയ്തു. ദെൻ ഫസ്റ്റ് ഡേ പോയ പ്ലേസാണ് ഈ ട്രെയിൻ സ്ട്രീറ്റും അതുപോലെ ഹോച്ചിമിൻ മ്യൂസിയവും ഉണ്ട്. അതും രണ്ടും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് കുറച്ചും കൂടി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാറ്ററാണ് അല്ലെങ്കിൽ ഒരു പ്ലേസാണ് ആക്ച്വലി ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ പറ്റും വിയറ്റ്നാം എന്ന് പറയുമ്പോൾ അത് ട്രെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വിയറ്റ്നാമിലുള്ള കുറേ ലോക്കൽ ആളുകൾ താമസിക്കുന്നതും അതുപോലെ അവർക്കൊരു വരുമാന മാർഗവുമാണ് ശരിക്കും ഈ ഒരു ട്രെയിൻ ട്രാക്ക് എന്ന് പറയുന്നത്. കാരണം അത്രയും ആളുകൾ ജനക്കൂട്ടം അവിടെ ഒരു സ്ട്രീറ്റായിട്ട് അവിടെ അവർ താമസിക്കുകയാണ്. അവരുടെ ഒരു ഇൻകം എന്ന് പറയുന്നത് ഒരു ട്രെയിനിൻ്റെ ട്രാക്കിൻ്റെ 2 സൈഡും ഷോപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഫേമസ് ആയിട്ടുള്ള ഈ ട്രെയിൻ പോകുന്നത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, 2 സൈഡും ഷോപ്പുകളുണ്ട്. സോ നമ്മൾ അവിടെ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ട്രെയിൻ പോകുന്നതും വീഡിയോ എടുത്ത് ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലിടാം. പക്ഷെ അങ്ങനെയല്ല. ആക്ച്വലി അവിടെ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണം. ഓക്കെ, എന്തെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അവിടെ ഇരുന്നിട്ട് വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോഫിയാണ്. ഒരു വൈറ്റ് കോഫി ഉണ്ട്, പിന്നെ ഒരു കോക്കനട്ട് കോഫി ഉണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോക്കനട്ട് കോഫി ഭയങ്കര ഒരു കയ്പ്പായിരുന്നു, കുടിക്കാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ നോർമൽ നമുക്കിവിടെ തന്നെ കിട്ടുന്ന കുറച്ച് ചെറിയൊരു ലിറ്റിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു വൈറ്റ് കോഫി. ബട്ട് സിമിലർ ടേസ്റ്റ് തന്നെയായിരുന്നു. ബട്ട് ഒപ്പിക്കാം, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോഫിയാണ് ഈ വൈറ്റ് കോഫി. അപ്പോൾ അത് കുടിക്കാതെ നമ്മളെങ്ങനെയാണ്, അപ്പോൾ അത് തന്നെ ഞാൻ അവിടെയുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് അത് തന്നെയാണ് ട്രൈ ചെയ്തത്. എന്നിട്ട് ഈ വരുന്ന ട്രെയിൻ, അപ്പോൾ ട്രെയിൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും, കാരണം വീഡിയോയിലൊക്കെ കാണുന്നവരെ. പക്ഷേ അത് ഭയങ്കര എന്താ പറയുക, ഡേഞ്ചർ ആയിരുന്നു. ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഫുള്ളി കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം അത്രയും നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് ട്രെയിൻ പോകുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വീഡിയോ മൊബൈലിൽ എടുക്കാൻ പറ്റില്ല, മൊബൈലൊക്കെ തെറിച്ചു പോകും. കാരണം അവിടെയുള്ള അവർക്കറിയാം അത് ഏത് ടൈമിലാണ് ട്രെയിൻ വരുന്നത്. ആ സമയമാകുമ്പോൾ അവർ നമ്മളോട് പറയും വളരെ സേഫായിട്ട് ഇരിക്കാനും. പിന്നെ അവർ ട്രെയിന് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ അവർ ഇൻഫോം ചെയ്യും വളരെ പ്രോപ്പറായിട്ട് ഇരിക്കണം, കാലൊന്നും എന്താ പറയുക നീട്ടിയിട്ട് ഇരിക്കരുത് എന്നൊക്കെ പറയും. എൻ്റെ അടുത്ത് 4-5 പ്രാവശ്യം ആ ലേഡി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാല് സൈഡിലേക്ക് വെക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും, അതായത് ആ ട്രാക്ക് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ട്രെയിന് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഷോക്കായത്. കാരണം അത്ര നേരവും ഞാൻ വിചാരിച്ചു ഇത്രയും സ്പേസ് ഇല്ലേന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. കാരണം അത്രയും പേടിച്ചു പോയി. കാരണം അത്രയും ഡേഞ്ചറാണ് ട്രെയിന്. ജസ്റ്റ് ഒന്ന് നമ്മൾ തെറ്റിയാൽ നമ്മളെയും കൊണ്ടുപോകും. അവർക്ക് ആർക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെല്ലാവരും ഹെൽപ്ലെസ്സാണ്. അപ്പം നമ്മളെ കെയർ ചെയ്യുക, നമ്മളെ സേഫ് ആക്കുക, അല്ലെങ്കിൽ നമ്മളെ മൊബൈലും പോകും, നമ്മൾ തന്നെ പോകും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയുക, വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം പകുതി ഞാൻ കണ്ണടച്ചിട്ട് ആ ട്രെയിന് പോകുന്നത് വരെ മൊബൈൽ ഇങ്ങനെ സൈഡിലേക്ക് പിടിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് ഫുള്ളി എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും 2 സൈഡിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ പ്ലേസിൽ ഇങ്ങനെയും
കുറച്ച് കാര്യങ്ങൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ വണ്ടി നമ്മളെയും കൊണ്ടുപോകും. പക്ഷേ ഇത് ഫുൾ ടൈം ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ അല്ല, അതിനൊരു ടൈമിംഗ് ഉണ്ട്. ഒരു ഡേയിൽ ഇത്ര ടൈം പോകും എന്നുള്ളത്, അതിൻ്റെ കറക്റ്റ് ടൈമിങ് അവിടെയുള്ള ഷോപ്പിലുള്ള ആളുകൾക്കറിയാം. അപ്പോൾ അതിൻ്റെ വരുന്നതിൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ അവർ വെച്ചിരിക്കുന്ന ടേബിൾ 2 സൈഡും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. 2 സൈഡും ഞാൻ പറഞ്ഞു ഷോപ്പുകളുണ്ട്. അപ്പോൾ 2 സൈഡും ടേബിൾസ്, നമുക്ക് കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ് മാത്രമാണ് ഉള്ളത് അവിടെ. വേറെ അങ്ങനെ ഐറ്റംസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കഴിക്കുന്ന ഐറ്റംസ് ഫുഡ് സ്ട്രീറ്റ് ആണ് ശരിക്കും അത്. അപ്പം അത് ആ ഒരു ടൈം ആവുന്ന സമയത്ത് അവരതൊക്കെ പോർട്ടബിൾ, ലൈക്ക് നമുക്ക് ഫോൾഡിങ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഫോൾഡ് ചെയ്തിട്ട് ട്രെയിൻ വരുന്ന സമയത്തൊക്കെ ഫോൾഡ് ചെയ്ത് ഉള്ളോട്ട് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ട്രെയിന് പോയിട്ട് ബാക്ക് ടു നോർമൽ. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത്. ഓൾവേസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ ഷോപ്പുകളൊന്നുമല്ല, ചെറിയ സ്മോൾ ടീ ഷോപ്പുകളാണ്. നമുക്കവിടെ വിയറ്റ്നാമിലുള്ള എല്ലാ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും അവിടെ കിട്ടും. ബട്ട് നമ്മളത് ക്യാഷ് കൊടുത്ത് തന്നെ വാങ്ങിക്കണം. നമുക്ക് ഫ്രീ ആയിട്ടല്ല അവിടെ കിട്ടുക. ഫ്രീ ആയിട്ട് അവിടെ ചെയറിൽ പോയിട്ട് ഇരിക്കാനും പറ്റില്ല, അവർ തല്ലി പായിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ടൂറിസ്റ്റുകൾ ഈ ട്രാക്കും ഈ ട്രെയിനും ഒക്കെ ആസ്വദിക്കാൻ വരുമല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മളവിടെ ഇരിക്കാൻ ട്രൈ ചെയ്യും. അപ്പോൾ ഇരിക്കണമെങ്കിൽ ക്യാഷ് കൊടുക്കണം. അപ്പം നമ്മൾ ടൂറിസ്റ്റുകൾ അത് ആ ട്രെയിൻ വരുന്നത് കാണണമെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണം, കഴിക്കണം, എന്നാലും നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാം. അപ്പം നമ്മൾക്ക് ക്യാഷ് പോയാലും കുഴപ്പമില്ല, നമ്മളതൊക്കെ ക്യാപ്ചർ ചെയ്യും, നമ്മളവിടുത്തെ ഫുഡും കഴിക്കും. അതാണ് അവിടുത്തെ ബിസിനസ് ട്രിക്ക്. അതൊരു സൈഡ്. പിന്നെ ഞാൻ പോയൊരു വേറൊരു പ്ലേസാണ് ഹോച്ചിമിൻ മ്യൂസിയം എന്ന് പറയുന്നത്. അതും വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. അത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. അത് 1990 അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത്. ഹോച്ചിമിൻ എന്ന് പറയുന്നത് റവല്യൂഷണറി വർക്കിൻ്റെ ഒരു ഫോമർ ലീഡറാണ്. വിയറ്റ്നാമീസ് ആരാധിക്കുന്ന ഒരു ലീഡറാണ് ഈ ഒരു ഹോച്ചിമിൻ എന്ന് പറയുന്നത്. അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സും ഒക്കെ ഉള്ള ഒരു മ്യൂസിയമാണ്. ഒരു അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു പ്ലേസാണ്. ഗാർഡനൊക്കെ ആയിട്ട് നമുക്കൊരു ഈവനിങ് ടൈം ജസ്റ്റ് വാക്കിംഗ് ചെയ്യാനും ഒക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈറ്റൊക്കെ ആയിട്ട് ഒരു ലോങ് വൈഡായിട്ടുള്ളൊരു ഏരിയ ആണ്. സോ നമുക്കിങ്ങനെ വാക്ക് ചെയ്ത് നടക്കാൻ പറ്റും. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ശരിക്കും ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം. അതായത് നമ്മൾ ശരീരമൊന്നും കാണിക്കാതെ വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം എന്നായിരുന്നു. പക്ഷെ അത് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഞാൻ ഒരു ടോപ്പ് ഫുൾ സ്ലീവ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചെറിയ ടൈപ്പ് ഒരു സ്കേർട്ടായിരുന്നു ഞാൻ ഇട്ടത്. അത് അവിടെ അലൗഡ് അല്ലായിരുന്നു. സോ അവർ പറഞ്ഞു അത് കവർ ചെയ്യണമെന്ന്. അങ്ങനെ എൻ്റെ അടുത്തുള്ള ഒരു ജാക്കറ്റ് വെച്ചിട്ട് ഞാനത് കവർ ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ എൻട്രൻസ് നമുക്ക് പോകാൻ പറ്റില്ല. സോ എന്തായാലും വന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു ജാക്കറ്റ് വെച്ച് കവർ ചെയ്തു, അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അതാണ് എൻ്റെ കയ്യിൽ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഓവറോൾ എൻ്റെ കയ്യിൽ ആ ജാക്കറ്റ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ അത് എടുത്തു മാറ്റും, പിന്നെ ഞാൻ വീണ്ടും എടുത്തിടും, പിന്നെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് എടുത്തു മാറ്റും. അങ്ങനെയായിരുന്നു. അത് അവിടെ പോകുന്ന സമയത്താണ്. അപ്പോൾ ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ പ്ലേസാണ് ഹനോയി. അത് ഈ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ഷോപ്പിംഗ് ചെയ്യാനുള്ള അതും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോപ്പിംഗ് ചെയ്യുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അതെല്ലാം കൂടി ഈ ഒരു സോളോ ട്രാവലർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിസ്ക്കാണ്, ഭയങ്കര ചാലഞ്ചുമാണ്. സോ മാക്സിമം ഞാൻ ഈ വിയറ്റ്നാം വീഡിയോസൊക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിയറ്റ്നാമീസിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രെഡുണ്ട്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതിൻ്റെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഈ പോർക്ക്, ഈ ഫ്രൈഡ് എഗ്സ് ഒക്കെയാണ്. അതിൻ്റെ പേര് ബാങ് മീ എന്നാണ്. അതും ഭയങ്കര ഫേമസ് ആണ്. എല്ലാ സ്ട്രീറ്റുകളിലും ഇതിങ്ങനെ അവർ നമ്മളവിടെ ഒക്കെ നാട്ടിലൊക്കെ ഉന്തി കൊണ്ടുപോകുന്ന പോലെ ഇപ്പം ഫുഡ്, ഇപ്പം നമ്മൾ എന്താ പറയുക,
സ്ട്രീറ്റിൽ എവിടെയും ഈ ഒരു ബ്രെഡ് അവൈലബിൾ ആണ്. കാരണം അത്രയും പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ട്രീറ്റിലും ഇത് അവർ എന്താ പറയുക, സെയിലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഹനോയിലുള്ള ഫസ്റ്റ് ഡേയിലെ എൻ്റെ വിശേഷങ്ങൾ. സോ ഹനോയിലുള്ള അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ, ടേക്ക് കെയർ.